കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി. എംഎൽഎ നടന്നു തുടങ്ങി, നന്നായി സംസാരിക്കുന്നുമുണ്ട്. തലച്ചോറിന്റെയും ശ്വാസകോശത്തിന്റെയും നിലയിൽ പുരോഗതിയുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം സന്ദർശകർക്ക് എംഎൽഎയെ കാണാം. സിജോ വി ജോൺ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, ഒരാഴ്ചയ്ക്ക് ശേഷം സന്ദർശകരെ അടക്കം കാണാൻ അനുവദിക്കും എന്ന് പറയുന്നത് അത്രത്തോളം നല്ല പുരോഗതിയുണ്ട്, ആശ്വാസകരമായ കാര്യമാണ്. ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഉമാ തോമസ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണുള്ള ഏറ്റവും സന്തോഷകരമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അവരെ ഇന്ന് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നന്നായി സംസാരിക്കുകയും തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സംസാരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതെന്നുള്ള പേപ്പറിലൊക്കെ എഴുതി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ അധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇന്ന് സുഖമായി വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലച്ചോറിനും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അതിലെല്ലാം നല്ല പുരോഗതി ഉണ്ടെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും റൂമിലേക്ക് മാറ്റിയാലും സന്ദർശകർക്ക് ഉടനെ കാണാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇൻഫെക്ഷൻ സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം സന്ദർശകർക്ക് ഉമാ തോമസിനെ കാണാൻ സാധിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 29-ാം തീയതിയാണ് അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം വെന്റിലേറ്ററിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കലൂരിലെ നൃത്തപരിപാടിക്കിടെ പരിക്കേറ്റു ചികിത്സയിൽ കഴിയുന്ന എംഎൽഎ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ട്, നടന്നു തുടങ്ങിയിട്ടുണ്ട് ഉമാ തോമസ്. അത്തരത്തിൽ ഇനി റൂമിലേക്ക് മാറ്റി ഒരാഴ്ചയ്ക്ക് ശേഷം സന്ദർശകരെ അടക്കം അനുവദിക്കും എന്ന കാര്യമാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.